അങ്ങനെ ഏകദേശം 4 ദിവസത്തെ റെസ്റ്റിന് ശേഷം നമ്മുടെ യാത്ര വീണ്ടും സ്റ്റാർട്ട് ചെയ്തൊക്കെ ഉണ്ട്. 4 ദിവസമായിട്ട് നമുക്ക് നല്ല പനിയും കാര്യങ്ങളൊക്കെയായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും സത്യം പറഞ്ഞാൽ എന്തോ ഒരു ഭാഗ്യം എന്ന് പറയാം കേട്ടോ. നമ്മൾ പല സമയങ്ങളിലും നമുക്ക് ഇതേപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മളെ സഹായിക്കാനുണ്ടായിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളെ സഹായിക്കാനുണ്ടെന്ന് ഈ ഒരു ദീദിയും ഈ ഒരു ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര ഹെൽപ്പാണ്. എനിക്ക് വേണ്ട ഫുഡ് ഉൾപ്പെടെ ചായ, ഫുഡ്, പിന്നെ എനിക്ക് വേണ്ടി എന്തെല്ലാം സാധനങ്ങൾ വേണോ അതെല്ലാം കൊണ്ടുവന്നിട്ടാണ്. പക്ഷേ ഇതൊന്നും അല്ലാത്ത ഹൈലൈറ്റ്, എനിക്ക് അവരുടെ ഭാഷയോ അവർക്ക് എൻ്റെ ഭാഷയോ അറിയില്ല. കാരണം എനിക്ക് എന്തെങ്കിലും ആവശ്യം വേണമെങ്കിൽ അവരോട് പറയണമെങ്കിൽ അത് അവർക്ക് മനസ്സിലാവില്ല. പക്ഷേ അവർക്ക് എന്നോട് എന്തെങ്കിലും പറയണമെങ്കിൽ അതെനിക്കും മനസ്സിലാവില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻ ആയിട്ടാണ്. പക്ഷേ എന്തൊക്കെയോ എങ്ങനെയൊക്കെയോ മനസ്സിലാക്കി, എന്താ പറയുക, നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തന്നിട്ട് സത്യം പറഞ്ഞാൽ എത്ര നന്ദി പറഞ്ഞാലും അത് മതിയാവില്ല. കാരണം യാത്രയിലൊക്കെ ഇതൊക്കെ കിട്ടണം എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യവും കേട്ടോ. കാരണം നമ്മളെല്ലാവരും ആഗ്രഹിക്കണം എന്തെങ്കിലുമൊക്കെ വയ്യാണ്ടായി കിടക്കുന്ന സമയത്ത് നമ്മുടെ വേണ്ടപ്പെട്ട ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടായാലാ. പക്ഷേ ഇങ്ങനൊരു യാത്രയിൽ നമുക്കതൊന്നും പോസിബിൾ ആവില്ല. പക്ഷേ നമുക്ക് എന്താ പറയുക, നമ്മുടെ ഒരു വീട്ടിലൊക്കെ കിട്ടുന്ന ആ ഒരു ഫീലില്ലേ, അത് ഇവിടെ കിട്ടിയേട്ടാ. ഭയങ്കര സന്തോഷമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് കേട്ടോ.